2020 ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങളെ നിർബന്ധിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. അത്തരം തീരുമാനങ്ങൾ ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള അധികാരങ്ങളിൽ ഉൾപ്പെടുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കണമെന്ന ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ രൂപം നൽകിയ 2024 ദേശീയ വിദ്യാഭ്യാസ നയം സംബന്ധിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങളോട് നിർബന്ധിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്ക് നയം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകണമെന്ന ഹർജിയും സുപ്രീം കോടതി തള്ളി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്ക് നയം നടപ്പിലാക്കണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് നിർബന്ധിക്കാൻ കഴിയില്ലെന്ന് കോടതി ഉത്തരവിട്ടു. അതേസമയം ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള കോടതിയുടെ അധികാരങ്ങൾ പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്നും അത് സംസ്ഥാന സർക്കാരുകളുടെ നയപരമായ തീരുമാനങ്ങളിൽ നിർദ്ദേശിക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി. ജസ്റ്റിസ് JB പർദിവാല, ജസ്റ്റിസ് R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. ത്രിഭാഷാ നയം സംബന്ധിച്ചും ഇതുതന്നെയാണ് നിലപാടെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട ഒരു സംസ്ഥാനത്തിന്റെ നടപടിയോ നിഷ്ക്രിയത്വമോ ഏതെങ്കിലും മൗലികാവകാശങ്ങളോ ലംഘിക്കുകയാണെങ്കിൽ കോടതിക്ക് ഇടപെടാം. ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ കേരളം ശക്തമായ എതിർപ്പ് അറിയിച്ചിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നോക്കുകുത്തിയാക്കി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും കേരളം നിലപാട് വ്യക്തമാക്കിയിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.